ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിനടുത്തായിട്ടാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്ന നല്ലൊരു പ്രൊജക്ടിനകത്ത് പല വീടുകളിലും ആളുകൾ താമസമായിട്ടുണ്ട്. ചിലതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. പല ബഡ്ജറ്റിലുള്ള വീടുകൾ നമുക്ക് ഈ കാണുന്ന വില്ല പ്രൊജക്ടിനകത്ത് അവൈലബിൾ ആണ്. ഇന്ന് നമുക്ക് ഇതിനകത്തുള്ള ഒരു വീട് പരിചയപ്പെടാം. ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീടിനകത്ത് കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളും കൂടെ, ഫ്രണ്ടിലുള്ള ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് വർക്കുകളും കൂടി ഇവിടെ ഓൺഗോയിങ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ വർക്കേഴ്സിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് വീടിനകത്തൊന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. പുറത്ത് കാണുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. വീടിന്റെ മതിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. അത് ഉള്ളിൽ വരുന്ന ഇന്നർ പോർഷൻസിലെല്ലാം തന്നെ നമുക്ക് ബ്രിക്ക് മോഡൽ, ചെങ്കല്ലിന്റെ ഒക്കെ ആ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ പില്ലറുകളിലൊക്കെ വന്നിട്ട് ഭംഗിയായിട്ടുള്ള വലിയ ഷോലൈറ്റുമാണ് വരുന്നത്. വീട് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഭംഗിയായിട്ടുള്ള ഒരു എലിവേഷനിലാണ് വീട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4,100 സെന്റ് സ്ഥലത്ത് 1,930 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ വീടിന് അകത്തും പുറത്തും എല്ലാം നമുക്ക് ലാവിഷായിട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങളൊന്ന് കണ്ടോളൂ. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടാണ്. വീട് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നല്ല നീളത്തിലാണ്. ബോക്സി ഷേപ്പും കണ്ടംപററി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഡിസൈനിലാണ് വീട് വരുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് റൂഫ് നോക്കുവാണെങ്കിൽ ഒരു A ഷേപ്പ് വരുന്നുണ്ട്. അതിന്റെ ഹാഫ് പോർഷൻ വന്നിട്ടാണെങ്കിലും ബ്രിക്ക് മോഡൽ ആയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകളും ഷോ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഭാഗത്തുള്ള പില്ലറൊക്കെ നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ്. ഏറ്റവും മുകളിലുള്ള ബാൽക്കണിയുടെ സ്പേസ് നോക്കിയാൽ PVC പാനലിംഗ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർക്കുകളും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് താഴെ നിന്ന് തന്നെ കാണാവുന്നതാണ്. വീടിന്റെ ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ, ഒരു സൈഡ് വന്നിട്ട് ജസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഭംഗിയായിട്ടുള്ള ഒരു വലിയ മുറ്റത്തേക്കാണ്. നോക്കുവാണെങ്കിൽ കാണാം സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡോർ തുറന്നു വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. അത്യാവശ്യം വലിയൊരു വാഹനം തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഈ ഭാഗത്താണ് ചാർജിങ് പോയിന്റ് കിട്ടുന്നത്. നമുക്ക് നേരെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വലിയൊരു ആഴത്തിലുള്ള നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു കിണറാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ കിണറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിന്റെ റൗണ്ട് ഏരിയ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സാധാരണ കാണുന്ന വീടുകൾ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് സ്പേസ് ആണ് വീടിന് ചുറ്റിനും കിട്ടുന്നത്. ബാക്ക് സൈഡ് കിച്ചന്റെ ഭാഗത്തൂടെയൊക്കെ വന്നിട്ട് നമ്മളിപ്പോ വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ടൈലുകളൊക്കെ വിരിച്ച് വളരെ നീറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് ഇവിടെ ധാരാളം സ്പേസ് സൈഡിൽ പോകുന്ന വഴികളിലെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഓൾറെഡി അവിടെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയയിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾക്കുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കാർ പോർച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കാണും. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോ അകത്തേക്കാണ് പോകേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് മെയിൻ ഡോർ ഒന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മരത്തിന്റെ വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്, വടക്കോട്ടാണ് മെയിൻ റോഡിന്റെയും വീടിന്റെയും ഒക്കെ ദർശനം വരുന്നത്. നമുക്കിത് വീടിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
നമുക്ക് വീടിനകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം നോക്കാനുണ്ട്. ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നമുക്ക് നോക്കാനുണ്ട്. ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 8.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 21 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. നമുക്ക് വളരെ നല്ലൊരു പ്രതിലാഭത്തിനകത്തുള്ള ഒരു വീടാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാം. അതുപോലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള സ്കൂളുകൾ, നമുക്കൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം നോക്കുവാണെങ്കിലും വളരെ ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് എല്ലാ സംവിധാനങ്ങളും ഈ ഒരു വീടിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള നല്ല സൗകര്യപ്രദമായ ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ വന്നിട്ട് നമ്മൾ ഫ്ലോറിലേക്ക് നോക്കുന്ന സമയത്ത് വൈറ്റ് കളർ ടൈലിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന മെയിൻ ഡോർ ഇവിടെയാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസുമാണ് കിട്ടുന്നത്. വിൻഡോകളുടെ എല്ലാം തന്നെ പുറത്തേക്ക് പ്രൊജക്ട് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ മൾട്ടി വുഡിലാണ് കവർ ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ കാണുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. ലെങ്തി ആയിട്ടുള്ള ലിവിംഗ് റൂം പോലെ തന്നെ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടി വുഡ് കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് TV വെക്കാനുള്ള ഈ ഭാഗത്ത് വൈറ്റ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ LED സ്ട്രിപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ചെറിയ രീതിയിൽ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ച് ഡോറുകളെല്ലാം വെച്ച് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. തൊട്ടടുത്ത് താഴേക്ക് കാണുന്ന ഭാഗം കുറച്ച് ഡെപ്തിൽ ചെയ്തിട്ട് അതിനകത്താണെങ്കിലും മൾട്ടി വുഡിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഉള്ളിൽ നോക്കിയാൽ നമുക്ക് കാണാം വൈറ്റ് കളറുള്ള പെബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോ ഗ്യാപ്പിലും ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സും വർക്കുകളൊക്കെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കോർണർ സോഫ സെറ്റീസ് ഒക്കെ ഇടാനായിട്ട് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്ന വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ ടൈമിൽ നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്ന കാണാം. അതും കംപ്ലീറ്റ് മൾട്ടിവുഡിലാണ്. 2 സൈഡിലും ഷെൽഫുകളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഡോൾസും പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ കാണുന്ന ഏരിയ ഉപയോഗിക്കാം. ചെറിയ LED ബൾബുകളാണ് ഇതിന്റെ ഓരോ ഗ്യാപ്പിലും കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം ഹാൻഡ് റൈൽസിന്റെ ഹാൻഡിലെല്ലാം തന്നെ വന്നിട്ട് വുഡൻ ബേസ്ഡ് ആയിട്ടും താഴെയെല്ലാം ബ്ലാക്ക് കളറിലുള്ള ചെറിയ സ്റ്റിക്കുകളായിട്ടും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റിലുമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. DB യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഒടുവിച്ച് പറഞ്ഞു പോകാം. സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിനും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. 10-12 പേര് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിരുന്ന ഒരു ബെഞ്ച് ഡെസ്ക് മോഡലിലുള്ള ഒരു വലിയ ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ ഇടുവാണെങ്കിൽ 10-12 പേര് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് ഏരിയ കാണാൻ പറ്റുന്നത്. വാഷ് ഏരിയ നോക്കുവാണെങ്കിലും കാണാം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി വുഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് ചെയ്തിരിക്കുന്നത് കാണാം. നല്ലൊരു മിറർ വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് അതിന്റെ ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ വന്നിട്ട് ഹിൻഡ്വെയറിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള ഭാഗത്താണെങ്കിലും മൾട്ടി വുഡ് കൊണ്ട് തന്നെ കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് 2 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഭാഗത്ത് നമുക്ക് മൾട്ടി വുഡോട് ചെറിയ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഗ്രീൻ ഗ്രാസ് വിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പെബിൾസ് ഒക്കെ വിരിക്കുകയോ ചെയ്യാവുന്നതാണ്. കുറച്ച് ഫൈനൽ ഫിനിഷും വർക്കുകളും കൂടിയാണ് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത്. ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലൂടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ LED ബൾബുകളാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4/100 സെന്റ് സ്ഥലത്ത് 4 സെന്റും 100 ലിങ്സിലും 1930 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമിന്റെ വീടായതുകൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ടാണ് ഇവിടെ സ്പേസ് വീടിനകത്ത് കിട്ടുന്നത്. കാരണം 1930 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ 3 വിൻഡോസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ഡോർ തുറന്നു വരുമ്പോൾ നേരെ കാണുന്നത് വാർഡ്രോബ് ആണ്.
മൾട്ടിവുഡ് കൊണ്ട് വുഡൻ കളറിൽ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിൽ മാത്രം കുറച്ച് പ്രൊജക്ഷൻ വന്നിട്ട് അതിനകത്ത് LED സ്ട്രിപ്പുകളും 4 കോർണറുകളായിട്ട് വലിയ LED ബൾബുകളും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം ആണ് കിട്ടുന്നത്. ഫ്ലോറിലൊക്കെ വന്നിട്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡിന്റെ ടൈലും, വോളുകളിൽ വന്നിട്ട് വൈറ്റ് ടൈലിനകത്ത് ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും യെല്ലോ ഡിസൈനും ഒക്കെ വരുന്ന രീതിയിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ട് സൗകര്യമായ ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള പോർഷൻ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് എൻട്രൻസ് മൾട്ടിവുഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു സ്ലാബിന്റെ പോർഷൻ ഒക്കെ വന്നിട്ടാണെങ്കിൽ നോക്കുവാണെങ്കിൽ വുഡൻ ബേസ്ഡ് ആയിട്ട് തന്നെ ചെയ്തിട്ട് അതിനകത്തെല്ലാം തന്നെ PVC പാനലും ചെയ്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിന്റെ മുകളിൽ ചെറിയ LED ബൾബുകൾ കൂടാതെ 2 വലിയ ഹാങ്ങിങ് ലൈറ്റും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ കബോർഡുകൾ വാർഡ്രോബുകളൊക്കെ നോക്കുവാണെങ്കിൽ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ വന്നിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3 പേർക്ക് വരെയൊക്കെ നിന്ന് 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ അറ്റ്മോസ്ഫിയറിലേക്കുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചന്റെ മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ടോട്ടൽ 3 ലെയറുകളിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നമുക്ക് നല്ലൊരു വർക്കും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കിച്ചൺ ആണ്. അതിന്റെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കിച്ചണിലെ പോലെ തന്നെയാണ് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ടോപ്പ് സ്ലാബ് വരുന്നത്. ഇവിടെ നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ വിൻഡോസ് ഫെസിലിറ്റിയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. റൂഫുകളൊക്കെ വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കിച്ചണും അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുറത്തേക്കുള്ള ഡോർ ഇവിടെ കാണാം. അതിന് സൈഡിലായിട്ടുള്ള ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും പ്ലഗ് പോയിന്റും എല്ലാം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് കൂടി ഇവിടെ വെക്കാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സെക്കൻഡ് കിച്ചന്റെ ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അവിടേക്ക് നമുക്ക് ലാവിഷായിട്ട് സ്പേസ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ഈ ഭാഗത്തൂടെ എല്ലാം കടന്നു പോയതാണ്. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. കയറി വന്ന വഴിക്ക് നോക്കിയാൽ കാണാം ഷോലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രീതിയിൽ നമുക്ക് സൺലൈറ്റ് വരുന്നുണ്ട്. നല്ല വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു മോഡൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ എത്തുന്ന സമയത്ത് ഭംഗിയായിട്ടൊരു ഷാൻലിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു മോഡൽ ആയിട്ടുള്ള ഷാൻലിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ഇവിടെയായിട്ടാണ് നിങ്ങളുടെ അപ്പർ ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇങ്ങോട്ടേക്ക് നേരെ വരുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ 3 വിൻഡോസ് ഇവിടെ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പർ ലിവിംഗ് സ്പേസിൽ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ഈ ഫ്രെയിമും വർക്കും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് കബോർഡുകൾ കിട്ടുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഓപ്പൺ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഹിഡൻ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ ഹാള് തന്നെയാണ് നമുക്ക് താഴത്തെ ലിവിംഗ് സ്പേസ് പോലെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പുറത്തേക്ക് തുറക്കുന്ന ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള ഒരു എൻട്രൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ എത്തിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ് കണ്ടത്. താഴെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് വരുന്ന ഈ ഒരു പാസേജ് സ്ട്രേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. ചെറിയൊരു വർക്ക് സ്റ്റേഷൻ ടേബിളും കിട്ടുന്നുണ്ട്. ലാപ്ടോപ്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനോ കുട്ടികൾക്ക് പഠിക്കാനോ ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ബെഡ്റൂമിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിലും ഡോറുകളൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിലും നമ്മൾ താഴെ കണ്ട സെയിം സൈസ് തന്നെയാണ്. 12x12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വന്നിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ റൂമിൽ 3 വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ സെയിം മോഡലിലും സെയിം കളറിലും തന്നെയാണ് വാർഡ്രോബ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്.
റൂഫിലേക്ക് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ചെറിയ ലൈൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് ബോർഡർ ലൈനുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. നല്ല ഡിസൈനോട് കൂടിയ ഡോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ടൈലുകളുടെ കോമ്പിനേഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോടു കൂടിയ ബാത്റൂം ആണ്. ഫിറ്റിംഗ്സ് ഞാൻ അവരോട് പറഞ്ഞ് എല്ലായിടത്തും തന്നെ ഹിൻഡ് വെയറിന്റെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. നിങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം, ഇവിടുത്തെ ഓരോ ബെഡ്റൂമുകളാണെങ്കിലും ബാൽക്കണി അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാനുള്ള ഗ്യാപ്പുകൾ നോക്കിയാൽ കാണാം. നല്ല രീതിയിൽ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം ഇത് 1930 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന വീടാണ്. അതിനകത്ത് ഒട്ടും കൺജസ്റ്റഡ് ആവാത്ത 3 ബെഡ്റൂമുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ഓഫ് ദ ഏരിയാസ് എല്ലാം തന്നെ നോക്കി നിങ്ങൾക്ക് കാണാം, വളരെ സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. വരുന്ന വഴിക്ക് നോക്കിയാൽ കാണാം, ഈ വോളിലൊക്കെ ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ ഹാങ്ങിങ് ലൈറ്റും ഷോ ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ നേരെ കാണാൻ പോകുന്നത് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം ആണ്. മറ്റു 2 ബെഡ്റൂമുകൾ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13-11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാക്കിയായിട്ടുള്ള 3 വിൻഡോസും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാലും കാണാം, മറ്റു 2 ബെഡ്റൂമുകളിലെയും പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ബോർഡർ ലൈനിൽ മാത്രമാണ് വർക്ക് വരുന്നത്. LED സ്ട്രിപ്പും LED ലൈറ്റുകളും ഒക്കെ ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ സെയിം മോഡലിലാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ബാത്റൂമിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. അകത്തും നല്ല സ്പേഷ്യസ് ആണ്. ടൈലുകളുടെ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിലെ പോലെ തന്നെ സെയിം ആണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡോറ് കാണാം. ഇത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടുത്തെ ബാൽക്കണി നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, എത്ര ലെങ്ത്തിലാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാലും കാണാം, നല്ല ബ്ലാക്ക് കളറിൽ GA പൈപ്പിൽ സേഫ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോ ഇറങ്ങിയ സമയത്ത് ഈ ഒരു വോള് നിങ്ങൾ നോക്കിക്കോളൂ, ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 നല്ല ഷോ ലൈറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ബാൽക്കണിയുടെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണും, നമുക്ക് ചെടിച്ചട്ടികളൊക്കെ ഭംഗിയായിട്ട് വെക്കാനായിട്ട് ഇതുപോലൊരു സ്പേസ് കൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ളവർക്ക് ഇറങ്ങി നിൽക്കാനും സൗകര്യമായിട്ട് ചെടികൾ നനയ്ക്കാനും നമുക്ക് അതിന് ടേക്ക് കെയർ ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ വിത്ത് ആയിട്ടുള്ള സേഫ് ആയിട്ട് നിൽക്കാവുന്ന നല്ലൊരു ഏരിയയാണ് കിട്ടുന്നത്. ഒരുപാട് വില്ലകൾ ഇവിടെ വരുന്നുണ്ട്. ഏകദേശം 13ഓളം വില്ലകൾ വരുന്നത് നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ്. ഒരുപാട് വീടുകളിൽ ആളുകൾ താമസമായി പലതിന്റെയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നല്ലൊരു ലൊക്കാലിറ്റിയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടില് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ കാണുന്ന വീടുകളിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 15ഓളം വീടുകൾ വരുന്ന പ്രൊജക്ട് ആണ്. പല വീടുകളിലും ആളുകൾ താമസമായതാണ്. ചില വീടുകളുടെ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ വന്നാൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് വീടുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പല ബഡ്ജറ്റിൽപ്പെട്ട വീടുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വീട് നോക്കണം, ഏത് വീട് വേണമെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് 100 ലിങ്സ് 4 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1930 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.1 സെന്റിൽ 1930 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 89 ലാക്സ് ആണ്. 89 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് സഹായിക്കുന്നതാണ്. വീടൊന്ന് കാണാനും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇവിടേക്ക് തീർച്ചയായിട്ടും വരിക. മാർബിൾ ഹോംസിലേക്ക് നിങ്ങൾ ഒരു ദിവസം മുമ്പെങ്കിലും വിളിച്ച് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ സേഫ് ആയിട്ടുള്ള യാത്രയായിരിക്കും നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ കിട്ടുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ വീട് മാത്രമല്ല, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയും തീർന്നും കിടക്കുന്ന പല റേറ്റിലും പല ബഡ്ജറ്റിലുള്ള വില്ലകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഈ റേറ്റ് എന്ന് പറയുന്നത് ഓണർ നമ്മളോട് പറഞ്ഞ പ്രൈസ് ആണ്. നിങ്ങൾക്ക് വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ മാത്രമല്ല, നിങ്ങൾക്ക് വീടിന്റെ ബിൽഡറും കൂടെ ഇരുന്ന് നേരിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളൊക്കെ ഇനി അറിയണമെങ്കിൽ മാർബിൾ ഹോംസ് എന്ന ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഇതിനകത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.